ഈ വരുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ അറിയാവുന്നവർ തന്നെയാണ് വരുന്നത്. അപ്പൊ അവരും ഇങ്ങനെ തന്നെ വിചാരിച്ച ഗെയിം മുന്നോട്ട് പോകില്ലല്ലോ ചേട്ടാ. അവരും ഈ ഷാനവാസ് ആയാലും ശരത് ആയാലും സരിക ആയാലും അവരും ഇങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ. ആരും എന്റെ അടുത്ത് വഴക്കിനും വന്നില്ല, ഇങ്ങോട്ടൊരു അറ്റാക്കിന് ആരും വന്നിട്ടില്ല. അതിനുള്ളൊരു തുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. അനീഷ് ഉൾപ്പെടെ, അതെ കറക്റ്റ്, അനീഷ് ഉൾപ്പെടെ ആരും ഇങ്ങോട്ട് ഒരു അറ്റാക്കിന് വന്നിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ അറ്റാക്കിലും ഇടപെട്ട് നമുക്കെതിരെ ഇപ്പൊ അഭിനയിക്കുന്നത് മോശമാണെന്നുള്ളൊരു ഡയലോഗ് അനീഷിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ട് ഞാൻ ഇടപെട്ടു. അനീഷ് അക്ബറും ബിന്നിയും തമ്മിൽ, ബിന്നി സാധനങ്ങൾ കുറച്ച് കയ്യിൽ സൂക്ഷിച്ചിരുന്നത് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം തിരിച്ചു കൊടുത്തപ്പോൾ അതുമായി സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഞാൻ ശക്തമായിട്ട് ഇടപെട്ടു. കാരണം ബിഗ് ബോസ് അവർക്ക് വാണിംഗ് കൊടുത്തു, അതിനപ്പുറം പിന്നെന്താണ് ശിക്ഷ കൊടുക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ അങ്ങനെ ശക്തമായിട്ട് ഇടപെട്ടൊന്ന്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഞാൻ ഇറങ്ങുമ്പോൾ ഈ എനിക്കെതിരെ പരാതി എഴുതിയ ഒരാളുണ്ടല്ലോ അവിടുത്തെ ഒരു മുത്തുമ്മ, അദ്ദേഹം പറഞ്ഞ എന്താണ്, രഞ്ജിത്ത് ചേട്ടൻ എപ്പോഴും ഭയങ്കര ദേഷ്യമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ. നിങ്ങളാരും ഞാൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അവര് ദേഷ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്നല്ലേ. അപ്പൊ അങ്ങനെ എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിനുള്ളിലെ ഒരു പേഴ്സണൽ കാര്യം മാത്രമായിരുന്നില്ലേ? അല്ല, പേഴ്സണൽ അവിടെ പേഴ്സണൽ ഇല്ലല്ലോ. അവിടുത്തെ പേഴ്സണൽ എല്ലാം പുറത്തല്ലേ, പബ്ലിക് അല്ലേ. എവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്താണ് പേഴ്സണൽ? 71 ക്യാമറയുടെ മുമ്പിൽ എന്ത് പേഴ്സണൽ?